ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് ബിയഷ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഹൈവേസിന്റെ എല്ലാം അതായത് കൂടുതലായിട്ടും ഇന്ത്യയിലുള്ള ഹൈവേസ് എല്ലാം തന്നെ കൂടിയത് കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണമായി കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു റോഡെല്ലാം തന്നെ കൂടാൻ വേണ്ടി 2021 ഒരു മാസ്റ്റർ പ്ലാൻ ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതായത് ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിലുള്ള റോഡ് മാത്രമല്ല ഇന്ത്യയിലെ പല മിനിസ്ട്രിയിലുള്ള പല കാര്യങ്ങളും മെച്ചപ്പെടാൻ വേണ്ടിയാണ് ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഗതിശക്തി, എന്തുകൊണ്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ന്യൂസ് എല്ലാം കേൾക്കുകയാണെങ്കിൽ അതായത് ചൈനയിൽ നിന്ന് കുറേയധികം കമ്പനീസ് അതായത് വലിയ വലിയ കമ്പനീസ് ആയ അതായത് ആപ്പിൾ തുടങ്ങിയ കമ്പനീസ് എല്ലാം തന്നെ ചൈന വിട്ട് മറ്റ് രാജ്യത്തോടെല്ലാം പോയിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും കേൾക്കാം അതായത് ആപ്പിൾ എല്ലാം തന്നെ ചൈന വിട്ട് ഇന്ത്യയിലോട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മെച്ചമല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ ഇതിന്റെ ഡാറ്റ എടുത്ത് നോക്കുകയാണെങ്കിൽ 2018-19 കാലഘട്ടങ്ങൾ അതായത് കൊറോണ സമയത്തെല്ലാം തന്നെ 56 കമ്പനീസ് ആണ് അതായത് ചൈനയിൽ നിന്ന് വേറെ രാജ്യത്തോട്ട് ഷിഫ്റ്റ് ആയി പോയത്. ഇതിൽ ഏകദേശം 26 കമ്പനീസ് വിയറ്റ്നാം എന്ന് പറയുന്ന ആ ഒരു കൺട്രിയിലോട്ടാണ് പോയത്. അതിലും 11 കമ്പനീസ് തായ്വാനിലോട്ടും 8 കമ്പനീസ് തായ്ലാൻഡിലോട്ടും അതുപോലെ തന്നെ 6 കമ്പനീസ് മെക്സിക്കോയിലോട്ടും വെറും 3 കമ്പനികൾ മാത്രമോ ഇന്ത്യയിലോട്ട് വന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചൈനയിൽ നിന്ന് പോകുമ്പോൾ എല്ലാവരും ഇന്ത്യ അല്ല ചൂസ് ചെയ്തത്. പക്ഷെ എന്തുകൊണ്ടാണ് അതായത് വിയറ്റ്നാമോ തായ്വാനോ തായ്ലാൻഡ് പോലെ ചെറിയ രാജ്യങ്ങളിലോട്ട് ഈ കമ്പനികൾ പോയത്? അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ പ്ലാൻ എത്രമാത്രം ഇന്ത്യയിലോട്ട് അതായത് ഇന്ത്യൻ ജനങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെയുള്ള പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്പനീസ് എല്ലാം തന്നെ ഇന്ത്യയിലോട്ട് വരാത്തെ എന്നുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് റിസർച്ച് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ അത് എങ്ങനെ മാറ്റും എന്ന് നമുക്ക് നോക്കാം. മെയിൻ ആയിട്ടും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. അതായത് ഇന്ത്യയിലുള്ള റോഡും ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തന്നെ അതായത് മറ്റ് സ്ഥലത്തുള്ള കാര്യത്തിന് അത്ര അതായത് ഡെവലപ്ഡ് അല്ല ഇന്ത്യ. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് അവിടെയെല്ലാം തന്നെ ഒരു പോളിസി അതായത് ഗവൺമെന്റ് പോളിസി എല്ലാം തന്നെ വളരെ എളുപ്പമാണ്. അതായത് ഗവൺമെന്റിന് നിന്ന് ഒരു കമ്പനിക്ക് ഒരു അപ്രൂവ് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. ഇങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 1993 ഇന്ത്യൻ ഗവൺമെന്റ് കൃഷ്ണഗിരിനെ ഒരു ടെക് സിറ്റി ആയി മാറ്റാൻ വേണ്ടി അവരൊരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അവർ പദ്ധതിയെല്ലാം ഇടുന്നു. പക്ഷേ 27 വർഷം കഴിഞ്ഞപ്പോൾ അതായത് 2020 ആയപ്പോഴും വെറും 30% വർക്ക് മാത്രമോ അവിടെ എത്താൻ സാധിച്ചുള്ളൂ. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ കമ്പനി മാത്രമോ ഈ കൃഷ്ണഗിരി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? അതായത് ഇവിടെ മര്യാദയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതുകൊണ്ട് കമ്പനികൾ അവിടെ പോയില്ല. അപ്പോൾ ഗവൺമെന്റ് എടുത്ത പദ്ധതികളെല്ലാം ഇവിടെ വേസ്റ്റ് ആവുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ അടയ്ക്കുന്ന ടാക്സ് മണി വേസ്റ്റ് ആവുന്നു, ടൈം വേസ്റ്റ് ആവുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് പല കമ്പനീസും അതായത് ഇന്ത്യയിൽ വരാൻ മടിക്കുന്നതും മറ്റു രാജ്യം അതായത് ചെറിയ ചെറിയ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലോട്ടെല്ലാം പോകാൻ വേണ്ടി അവർ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡാറ്റ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യൻ കമ്പനീസും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു ഗുഡ്സ് വരിക നിൽക്കാം. അതായത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തുറമുഖത്തിൽ ഒരു ഗുഡ്സ് വരിക നിൽക്കാം. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു കമ്പനിയിലോട്ട് ആ ഗുഡ്സ് മാറേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എടുക്കുന്നത് ഏകദേശം 60 മണിക്കൂറാണ്. അതായത് 2.5 ദിവസത്തോളം ഇന്ത്യയിൽ എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 60 മണിക്കൂർ കൊണ്ടാണ് ഇന്ത്യയിൽ ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് അതായത് ഒരു പോർട്ടിൽ നിന്ന് തന്നെ മറ്റൊരു പോർട്ടിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. പക്ഷേ ഇതേ അവസ്ഥ ചൈനയിൽ എത്ര മണിക്കൂർ എടുക്കുന്നതെന്ന് വെച്ചാൽ വെറും 12 മണിക്കൂർ മാത്രമാണ്. അതായത് ഏകദേശം 48 മണിക്കൂർ ഇന്ത്യനെക്കാട്ടിലും ഫാസ്റ്റ് ആണ് ചൈന. ഇതുകൊണ്ടാണ് ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കമ്പനീസ് എല്ലാം തന്നെ ഇന്ത്യയിലോട്ട് വരാതെ ചൈനയിലോട്ട് ആദ്യം അവർ പ്രിഫർ ചെയ്ത് പോയത്. അതായത് ചൈനയിൽ വെറും 12 മണിക്കൂർ എടുക്കുന്നത് ഇന്ത്യയിൽ ഏകദേശം 60 മണിക്കൂറാണ് ഇന്ത്യയിൽ എടുക്കുന്നത്. ഇതുകൊണ്ടതാണ് അതായത് കമ്പനി ഒരു ഗുഡ്സ് അയച്ചു കഴിഞ്ഞാൽ ഈ 60 മണിക്കൂർ എടുക്കുന്നുണ്ട്. അതായത് റെന്റൽ ഇൻകം കൂടും. അതായത് ആ പോർട്ടിൽ ആ ഒരു ഗുഡ്സ് നിൽക്കേണ്ട ആ ഒരു റെന്റൽ ഇൻകം കൂടും. ഇതുകൊണ്ട് എന്താ അതായത് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കൂടും. അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ആവും. ടൈം വേസ്റ്റ് ആകുമ്പോൾ ലേബർ എക്സ്പെൻസ് കൂടും. ഇങ്ങനെ എന്തുകൊണ്ടും അതായത് കമ്പനിക്ക് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ആ സാഹചര്യത്തിലെല്ലാം തന്നെ കുറേയധികം നഷ്ടങ്ങളായിരുന്നു കമ്പനി നേരിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരു കമ്പനി വരികയാണെങ്കിൽ അവർ കൂടുതലായിട്ടും അതായത് ചൈനയിൽ ചെലവാക്കുന്നതിനെക്കാട്ടിലും അതുപോലെ തന്നെ വിയറ്റ്നാമിൽ ചെലവാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എമൗണ്ട് ഇന്ത്യയിൽ ചെലവാക്കിയാൽ മാത്രമോ അവർക്ക് മര്യാദയ്ക്ക് ഇന്ത്യയിൽ ഒരു കമ്പനി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും അതായത് കൂടുതൽ സ്പെൻഡ് ആക്കുന്നതിനെക്കാട്ടിലും അവർ കുറച്ച് സ്പെൻഡ് ആക്കുന്ന രാജ്യങ്ങളോട്ടല്ല അവർ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരു കാരണമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാവാൻ സാധ്യത? ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോർഡിനേഷൻ. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അതായത് നമ്മുടെ രാജ്യത്തുള്ള ഓരോ മിനിസ്റ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് അല്ല. അതായത് ഒരു മിനിസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഒത്തൊരുമിച്ച് ഒരിക്കലും പോവില്ല. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മുടെ നാട്ടിൽ റോഡ് ഇട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിന്റെ ചുറ്റുമെല്ലാം ഇടിച്ചു പൊളിക്കുന്നത്. ഒന്നുകിൽ വാട്ടർ സപ്ലൈ ഇടാൻ വേണ്ടി പൈപ്പ് ലൈൻ ഇടാനായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതായത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഫൈബറോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ എന്തെങ്കിലും ഇടാൻ വേണ്ടിയായിരിക്കും അവർ ഇടിച്ചു പൊളിക്കുന്നത്. ഇതുകൊണ്ട് എന്താ
അതായത് ഈ ഒരു വർഷം കഷ്ടപ്പെട്ട ഈ റോഡ് വെറും ഒരാഴ്ച കൊണ്ടാണ് ഈ റോഡ് തരിപ്പണമായി പോകുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിൽ എത്രമാത്രം പണമാണ് നഷ്ടമാകുന്നത്. ഈ പണം എവിടുന്ന, അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ടാക്സ് ആണ് ഇവർക്ക് കിട്ടുന്നത്. ആ പണമാണ് ഇന്ത്യൻ ഗവൺമെന്റിന് നഷ്ടമാകുന്നത്. പണം നഷ്ടമാകുന്നു, അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ആവുന്നു, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുന്നു. അതായത് ജനങ്ങളുടെ എല്ലാ സമയവും വേസ്റ്റ് ആവുന്നു. അതായത് രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് അപ്രൂവൽ. അതായത് ഇന്ത്യയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ജസ്റ്റ് ഒന്ന് അപ്രൂവൽ കിട്ടാൻ, അതായത് ഗവൺമെന്റ് പ്രോജക്റ്റ് ആണെങ്കിലും അപ്രൂവൽ കിട്ടാൻ എത്രമാത്രം വർഷം എടുക്കും. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ അതായത് വിദ്യാസാഗർ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ്, അതായത് ഒരു മേമ്പാലം പോലുള്ള ഒരു ബ്രിഡ്ജ് കൊൽക്കത്തയെ കെട്ടാൻ വേണ്ടി ഡിസൈഡ് ചെയ്യുന്നു ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ബ്രിഡ്ജ് വെട്ടാൻ വേണ്ടി ആ ഒരു സമയത്ത് എല്ലാം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ 7 വർഷം ഇതിനെ പണി നടന്നില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ലാൻഡ് അക്വിസിഷൻ ചെയ്യണം, അതുപോലെ തന്നെ അവിടെയുള്ള ലോക്കൽ ഗവൺമെന്റ് അപ്രൂവ് കിട്ടണം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അതായത് ഇന്ത്യൻ ഗവൺമെന്റിന് നേരിട്ടു. അതുകൊണ്ട് 7 വർഷം അത് പ്ലാൻ ചെയ്ത പോലെ തന്നെ, അത് ഡിസൈൻ ചെയ്ത പോലെ തന്നെ അത് കെട്ടാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. അതായത് ലാൻഡ് അക്വിസിഷൻ ഇങ്ങനെയുള്ള പല പ്രശ്നം കൊണ്ട് തന്നെ 7 വർഷമാണ് ആ പ്രോജക്റ്റ് ഡിലേ ആയ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഏകദേശം 22 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു പ്രോജക്റ്റ് മൊത്തം കംപ്ലീറ്റ് ആവുന്നത്. അതായത് വിദ്യാസാഗർ എന്ന് പറയുന്ന ആ ഒരു ബ്രിഡ്ജ് മൊത്തം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ തന്നെ എന്തായി, അതായത് ഇങ്ങനെയുള്ള ബ്രിഡ്ജ് ആ ഒരു കാലഘട്ടങ്ങൾ 1992 കെട്ടുമ്പോൾ ആ സമയത്തുള്ള കപ്പലുകൾക്കെല്ലാം തന്നെ അതിലൂടെ സിമ്പിൾ ആയിട്ട് പോകാമല്ലോ. പക്ഷേ 2000 അതായത് ഈ ഒരു സമയം എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അതിലൂടെ പോകുന്ന ബോട്ടിന്റെ എല്ലാം സൈസ് വലുതായി. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിന്റെ സൈസ് എല്ലാം തന്നെ വലുതാക്കേണ്ടി വരുന്നു. ഇതുകൊണ്ടെന്താ, അതായത് വീണ്ടും ഈ കെട്ടി പുതുതായി തുടങ്ങിയ ഈ ഒരു ബ്രിഡ്ജ് ഒന്നെങ്കിൽ ആൾട്ടർനേറ്റീവ് റൂട്ട് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഈ ബ്രിഡ്ജ് പൊളിക്കണം. അപ്പോൾ ഇങ്ങനെ എന്താ, അതായത് വീണ്ടും ഈ ഒരു സാഹചര്യത്തിലോട്ട് തള്ളപ്പെടുമ്പോൾ വീണ്ടും ജനങ്ങളുടെ പൈസയും അതുപോലെ തന്നെ ടാക്സ് എമൗണ്ടും അതുപോലെ തന്നെ സമയമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ കുറെ പ്രശ്നങ്ങളും ഇന്ത്യൻ ഗവൺമെന്റ് നേരിട്ടേണ്ടിയിരുന്നു. ഇത് മാത്രമല്ല 1996 ഇന്ത്യൻ സ്റ്റീൽ മിനിസ്റ്റർ ഒരു പദ്ധതി കൊണ്ടുവരുന്നു. അതായത് അസാമിനെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റാമെന്ന്. അപ്പോൾ അങ്ങനെ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറ്റാൻ വേണ്ടി ഒരു പ്ലേസ് എല്ലാം തന്നെ ഇവർ അവിടെ പോയി തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ പ്ലേസ് എല്ലാം തിരഞ്ഞെടുത്തതിന് ശേഷം അവർ കുറേയധികം അതായത് റിസർച്ച് എല്ലാം ചെയ്ത് ലാൻഡ് അക്വിസിഷൻ എല്ലാം വേണ്ടി ഓരോ പേപ്പേഴ്സ് എല്ലാം തന്നെ റെഡിയാക്കിക്കൊണ്ടേ വരുന്നു. അങ്ങനെ അവസാന സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അതായത് ഇവിടെ അവർ ചുറ്റുമുള്ള ലാൻഡ് അക്വിസിഷൻ എല്ലാം എടുത്തു കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് ആ ഒരു ലാൻഡ് വന്നിട്ട് ബ്രഹ്മപുത്രന്റെ ലാൻഡാണ്. അതായത് മഴക്കാലം വരുമ്പോൾ അവർ ലാൻഡ് അവസാനമായി എടുക്കാൻ പോകുന്ന ആ ഒരു സ്ഥലം മൊത്തം വെള്ളം കയറി മൂടും. ഇതുകൊണ്ട് എന്താണ്, അതായത് അവിടെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം എത്തുന്നു. ഇതുകൊണ്ട് അത്രയും വർഷം അവർ ലാൻഡ് അക്വിസിഷനും അതുപോലെ തന്നെ കുറെ ചർച്ചകളും ഡിസൈൻ ചെയ്യാനും എല്ലാ കാര്യത്തിനും വേണ്ടി അവർ സ്പെൻഡ് ചെയ്ത സമയം വേസ്റ്റായി. അതുപോലെ തന്നെ അവിടെ ഡെവലപ്മെന്റ് വന്നില്ല. അതുപോലെ തന്നെ ഇവിടെയും പോകുന്ന എന്താ, ജനങ്ങളുടെ പൈസയാണ് ഇവിടെയും വെറുതെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ എന്തുകൊണ്ടാണ് പ്രത്യേകത എന്ന് പലരും ചോദിക്കും. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യയിലെ 20 മേജർ ഡിപ്പാർട്ട്മെന്റിലെ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ ഗതിശക്തി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ 20 മിനിസ്റ്റേഴ്സ്, അതായത് ഈ 20 മിനിസ്റ്റർ എല്ലാം ചേർന്നിട്ട് ഗതിശക്തി എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഡാറ്റാബേസിൽ എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഞാനൊരു മിനിസ്റ്ററാന്ന് വെക്കുക, അപ്പോൾ ഞാനൊരു റോഡിന്റെ മിനിസ്റ്ററാണ്. അപ്പോൾ റോഡ്, അതായത് ഇന്ന സ്ഥലത്ത് ഞാൻ റോഡ് നിർമ്മിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന വഴിയിൽ കൂടിയാണ് ആ റോഡ് പോകുന്നത്. അപ്പോൾ ഈ രീതിയിലെല്ലാം കൂടെ ഞങ്ങൾ ഇത്ര ദിവസം കൊണ്ട് ഇത്ര കിലോമീറ്റർ ആണ് നിർമ്മിക്കാൻ പോകുന്നത് ഉള്ള കാര്യങ്ങളെല്ലാം ഈ ഡാറ്റാബേസിലോട്ട് ഫീഡ് ആവുന്നു. അപ്പോൾ ടെലികോം മിനിസ്റ്റർ എന്ത് ചെയ്യും, അതായത് ഈ റോഡിന്റെ അതേ സ്ഥലത്തൂടെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത്ര ദിവസം കൊണ്ട് ഇത്ര അടി കൂടെ കീറിയിട്ടാണ് ഞങ്ങൾ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഡാറ്റാബേസ് അവർ അപ്ലോഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ വേറെ മിനിസ്റ്റേഴ്സ്, അതായത് വൈൽഡ് ലൈഫ് മിനിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫോറസ്റ്റ് മിനിസ്റ്റേഴ്സോ പറയുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഉദ്ദേശിച്ച ഈ 2 സ്ഥലത്തൂടെ ഫോറസ്റ്റ് ആണ് ഇതിന്റെ നടുക്കൂടെയുള്ള, അപ്പോൾ അവിടെയുള്ള മൃഗങ്ങൾ അവിടെ എഫക്റ്റ് ആവും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫീഡ്ബാക്ക് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ 20 മിനിസ്റ്റേഴ്സും കൂടെ ഒരുമിച്ച് ഇതിൽ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ആദ്യം അപ്ഡേറ്റ് ചെയ്ത ഈ മിനിസ്റ്റേഴ്സിനെ അത് പിന്നെ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ അതെ ഇതിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഫോറസ്റ്റ് ഉണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിന് അറിയാൻ സാധിക്കും. ഇതുകൊണ്ട് എന്താ, അദ്ദേഹത്തിന് അതായത് ഈ പ്ലാൻ ഉണ്ടാക്കി ഈ ഒരു നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പ്ലാൻ റീഡിസൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനുള്ള അവസരം കിട്ടുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അതായത് റോഡ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുള്ള ഈ ടെലികോം കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ആദ്യം പോയിട്ട് അവിടെ റോഡിന്റെ സൈഡിലെല്ലാം കുഴിച്ചിട്ട് അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ലേ ചെയ്തു. അതിന്റെ പിന്നീട് വന്ന് ഈ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്ലാൻ അനുസരിച്ച് റോഡ് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയി പോകാൻ വേണ്ടിയാണ് ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജോഗ്രഫിക്കൽ ലൊക്കേഷനും അതുപോലെ തന്നെ എവിടെയാണ് ഫോറസ്റ്റ്, എവിടെയാണ് റിസർവ്ഡ് ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യും. ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിലോട്ട് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് കേരള ടു ഡൽഹി അല്ലെങ്കിൽ കേരള ടു തമിഴ്നാട്
ഒരു എക്സ്പ്രസ് വേ ഒരു ഇന്ത്യൻ ഗവൺമെന്റ് അതായത് നാഷണൽ ഹൈവേ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് തീരുമാനിക്കാൻ നിൽക്കും. അവർ പെട്ടെന്ന് തന്നെ ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിൽ പോയിട്ട് അവർ ഇങ്ങനെയുള്ള പ്ലാൻ അതായത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ ഇതിലൂടെ വല്ല ഒപ്റ്റിക്കൽ ഫൈബർ കേബിളും നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടെങ്കിൽ ടെലികോം കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ അത് 19-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെ ഞങ്ങൾ ഇങ്ങനെ കുഴിച്ച് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ എല്ലാവിധ വർക്കും കംപ്ലീറ്റ് ആക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് അദ്ദേഹം അതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് എന്താ, അതിനുശേഷം വീണ്ടും ഈ മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ വീണ്ടും എല്ലാം കൂടെ ഡിസ്കസ് ചെയ്ത് ആ ഒരു ഡേറ്റ് എല്ലാം തന്നെ റീഅറേഞ്ച് ചെയ്ത് പുതിയൊരു റോഡ് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് എന്താ, ഒരു തരത്തിലുള്ള ഡാമേജോ അല്ലെങ്കിൽ ഒരു നഷ്ടമോ ഇവിടെ സംഭവിക്കുന്നില്ല. ഇനി നമ്മൾ പഴയ പ്ലാൻ ആണെങ്കിൽ ഒന്ന് ആലോചിക്കുക, അതായത് തമിഴ്നാട് ടു കേരള എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രസ് വേ ആദ്യം ഇവർ നിർമ്മിക്കും. അത് കഴിയുമ്പോഴായിരിക്കും ഈ ടെലികോം കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററിന് ഇവിടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ നിർമ്മിക്കേണ്ട ആവശ്യം. അപ്പോൾ എന്തായും, അദ്ദേഹം വന്നിട്ട് ആ റോഡ് ഒന്നെങ്കിൽ കുത്തിപ്പൊളിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ പരിപാടിയെല്ലാം ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് കാര്യമില്ല, അതായത് അദ്ദേഹം ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ അതായത് അദ്ദേഹം മിനിസ്റ്ററിന് ചെയ്യേണ്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്താ, അതായത് നന്നായി നിർമ്മിച്ച ആ റോഡ് വീണ്ടും കുത്തിപ്പൊളിക്കേണ്ടി വരുന്നു. ഇതുകൊണ്ട് എന്താ, റോഡിന്റെ പണിയും അതും മര്യാദയ്ക്ക് പോയില്ല, ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിന്റെ ഇതും മര്യാദയ്ക്ക് പോയില്ല. ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ അതായത് ടൈമും ഡെവലപ്മെന്റും അതുപോലെ തന്നെ ജനങ്ങളുടെ ടാക്സ് എമൗണ്ട് വരണോ പഴയ സിസ്റ്റത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണും അതായത് ഈ ഗതിശക്തി പ്ലാൻ എത്രമാത്രം ആൾക്കാർക്ക് ഉപയോഗപ്പെടും എന്ന് എല്ലാവർക്കും. അപ്പോൾ ഇനി ഇതിന്റെ അടുത്ത സ്റ്റേജിലോട്ട് പോകാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ കമ്പനി വരാത്ത, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത? അപ്പോൾ അത് ഏകദേശം ഫിക്സ് ചെയ്തു, അതായത് ഇങ്ങനെ റോഡെല്ലാം നിർമ്മിക്കുന്നുണ്ട്. ഇനി അടുത്തെന്താണ്, അപ്രൂവൽ ഇന്ത്യയിൽ കിട്ടുന്നില്ലാതെ. അപ്പോൾ എല്ലാ മിനിസ്റ്റേഴ്സും കൂടെ അപ്രൂവ് കൊടുത്തതിന് ശേഷമോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ, ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ ഉള്ളതുകൊണ്ട് അതായത് ഈ ഇപ്പോൾ കൊമേഴ്സ് മിനിസ്റ്റർ ആയിരിക്കും ഇവിടെ ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതായത് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അപ്രൂവ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, അതായത് പിന്നീട് ഫോറസ്റ്റ് മിനിസ്റ്റർ പറയുകയാണ് അത് നിങ്ങൾ കൊടുത്ത ആ സ്ഥലം പറ്റില്ല, അത് ഫോറസ്റ്റിന്റെ സ്ഥലമാണെന്ന് പറയുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ കൊമേഴ്സ് മിനിസ്റ്റർ ഇവിടെ കമ്പനി വരുന്നുണ്ട് ഈ സ്ഥലം മൊത്തം അക്വിസിഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ പോർട്ടൽ അതായത് ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ പോർട്ടൽ കയറി നോക്കുന്നു, അത് യഥാർത്ഥത്തിൽ ഇതൊരു ഫോറസ്റ്റ് ആണോ ഉള്ള കാര്യങ്ങളെല്ലാം. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ അപ്രൂവ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, അതായത് കമ്പനി പണി തുടങ്ങിയതിനു ശേഷം അതായത് വർക്ക് പകുതി കൊണ്ട് അവസാനിക്കേണ്ട ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഈ 30 മിനിസ്റ്റേഴ്സും ഒരുമിച്ച് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ 30 മിനിസ്റ്റേഴ്സും അതായത് ഇത് എല്ലാം ക്ലിയർ ആണ്. അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ പോർട്ടൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അതായത് എല്ലാം ഇത് അപ്രൂവ് ആതെ. അതുകൊണ്ട് ഈ അപ്രൂവൽ ടൈമും ഇന്ത്യയിൽ വളരെയധികം കുറയുകയാണ്. അത് പെട്ടെന്ന് തന്നെ ഈ അപ്രൂവൽ ഇന്ത്യയിൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യങ്ങളും ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാനിലൂടെ ഇവിടെ ഫിക്സ് ചെയ്യാണ് ഇന്ത്യൻ ഗവൺമെന്റ്. ഇനി മൂന്നാമത്തെ പ്ലാനിലോട്ട് വരാം, അതായത് മൾട്ടി മോഡൽ കണക്ഷൻ. അതായത് ഒരു കമ്പനി വരണമെങ്കിൽ റോഡ് മാത്രം പോരാ, അതായത് റോഡിൽ മാത്രം എത്ര നേരം സഞ്ചരിച്ചാൽ മാത്രമാണ് ചില ഗുഡ്സ് എല്ലാം റോഡിലൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, അതായത് റെയിൽവേ വേണം, അതുപോലെ തന്നെ റോഡ് വേണം, അങ്ങനെയുള്ള എല്ലാ ട്രാൻസ്പോർട്ടും വേണം. ഇപ്പോൾ ചെന്നൈ ടു മുംബൈ അല്ലെങ്കിൽ ചെന്നൈ ടു തമിഴ്നാട് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒരു കമ്പനി ആശ്രയിക്കാൻ നിൽക്കുക. അപ്പോൾ കമ്പനി എന്താണ്, ആദ്യം അതിൻ്റെ അടുത്ത് വല്ല റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ നോക്കും. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എന്താണ്, അത് കുറഞ്ഞ ടൈം കൊണ്ട് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് വല്ല എയർപോർട്ടും ഉണ്ടോ നോക്കും. അപ്പോൾ എയർപോർട്ട് അതിൻ്റെ അടുത്തൂടെ പെട്ടെന്ന് തന്നെ എത്തിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ എത്തിച്ച് ഈ ഒരു മൾട്ടി ഡയമെൻഷൻ സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രമോ അതായത് കമ്പനികൾക്ക് സ്മൂത്ത് ആയി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗതിശക്തി എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അടുത്തൂടെ വല്ല റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ എയർപോർട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ആ റോഡ് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ പുതിയതായിട്ട് എയർപോർട്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഹൈവേന്റെ അടുത്ത് കൂടുതലായിട്ടും അതായത് അതിനെ കണക്ട് ചെയ്യുന്ന ഏകദേശം ഡിസ്റ്റൻസിൽ അത് ക്രിയേറ്റ് ചെയ്യും. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കമ്പനികൾക്കെല്ലാം തന്നെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു അവസരമാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഒരുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു പ്ലാനാണ് 2024-25 കൊണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റേഴ്സ് ഏകദേശം 35 ലക്ഷം ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് ഇന്ത്യയിൽ മൊത്തം ലേ ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറയുന്ന ഡേറ്റ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് അതായത് 24-25 കൊണ്ട് ഇത്രയും ലക്ഷം കേബിൾസ് ഇന്ത്യയിൽ മൊത്തം ലേ ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ്, അത് ഈ ലേ ചെയ്തതിന് ശേഷം അവിടെയുള്ള പുതിയതായിട്ട് റോഡ് നിർമ്മാണം സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് ഇപ്പോഴത്തെ അതായത് റോഡ് മിനിസ്റ്റർ നിതിൻ ഗഡ്കരിക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്ലാൻ എല്ലാം തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിനാണ് ഗവൺമെന്റ് ULIP എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറും കൂടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ അത് യൂണിഫൈഡ് ലോജിസ്റ്റിക് ഇന്റർഫേസ് എന്ന് പറയുന്ന ഇത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ അതായത് കമ്പനികൾക്ക് ആദ്യം തന്നെ ഇതിലൊരു അതായത് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കമ്പനി വിചാരിക്കുകയാണ് അതായത് കൊൽക്കത്തയിലാണ് ഇപ്പോൾ എൻ്റെ മാനുഫാക്ചറിങ് തുടങ്ങേണ്ടത്. അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ട് എൻ്റെ ഗുഡ്സ് എങ്ങനെ എത്തിച്ചേർക്കും, അതായത് തമിഴ്നാട്ടിൽ നിന്ന് ആ ഒരു സ്ഥലത്തോട്ട് ഗുഡ്സ് എങ്ങനെ എത്തിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഇന്റർഫേസിലോട്ട് എത്തിക്കേണ്ട സ്ഥലങ്ങളും സാധനങ്ങളും എല്ലാം കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ഇന്റർഫേസ് പറയും അതായത് ഇത്ര ഡിസ്റ്റൻസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് വരെ അതായത് റോഡിന്റെ അവിടെ നിങ്ങൾക്ക് അതായത് ഗുഡ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് റെയിൽവേയിലോട്ട് മാറ്റാം. റെയിൽവേ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ അതായത് എങ്ങനെ ഒരു ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്നോ അതേപോലെ തന്നെ അവിടുന്ന് എയർപോർട്ട് വഴി നിങ്ങൾക്ക് അവിടെ എത്തിക്കാം. ഇതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് പറയും. അപ്പോൾ ഇതുണ്ടാകുന്ന കമ്പനികൾക്കെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഗുഡ്സ് എത്തിച്ചേർക്കാനും പറ്റും. ഇതുകൊണ്ട് അവരുടെ പൈസയും സമയവും അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെ എല്ലാം തന്നെ അഡീഷണൽ ടൈം എല്ലാം തന്നെ അവർക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ട് അതായത് കമ്പനികൾക്കെല്ലാം തന്നെ ഇന്ത്യയിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള
അതായത് സാഹചര്യം തന്നെ നല്ല രീതിയിൽ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെന്റ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ULIP എന്ന് പറയുന്ന ഇതിന്റെ ഇടയ്ക്ക് അതിൽ വെയർ ഹൗസിന്റെ കാര്യങ്ങളും ഇത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഈ തക്കാളിയൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതായത് കുറേ സ്ഥലത്ത് അതായത് സേഫ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ വെയർ ഹൗസ് ഉണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യ മൊത്തം കണക്ട് ചെയ്തുകൊണ്ട് കൂടിയാണ് ഈ ULIP എന്ന് പറയുന്ന ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ട് കമ്പനികൾക്ക് എളുപ്പമാണ്. അപ്പോൾ ഈ ഗതിശക്തി എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ കൊണ്ട് നിതിൻ ഗഡ്കരി എല്ലാം പ്ലാൻ ചെയ്ത ഈ ഒരു മിഷൻ കൊണ്ട് ഇന്ത്യനെ എന്തായാലും ഒരു റെവല്യൂഷൻ കൊണ്ടുവരും എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുത്ത ഈ ഒരു പദ്ധതി നല്ലതാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതോ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.